ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്ന റെസിപ്പി ആയിട്ടാണ്. മലബാറിൻ്റെ ട്രഡീഷണൽ ഡിഷായ നെയ്യപ്പം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ്. 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് പച്ചരി കുതിർത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ശർക്കര, എള്ള്, ജീരകം, 1 പിഞ്ച് ഉപ്പ്. ആദ്യമായിട്ട് നമുക്ക് ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. ശേഷം നമ്മൾ കുതിർത്തി കഴുകിയെടുത്തിരിക്കുന്ന പച്ചരി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് പച്ചരി 4 മണിക്കൂർ മുമ്പ് കുതിർത്തിയിട്ട് കഴുകിയെടുത്തതാണിത്. ഇനി ഇതിലോട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര അല്പം തണുത്തതിന് ശേഷം ആവശ്യമായിട്ടുള്ളത് ഇതിലോട്ട് ആഡ് ചെയ്യാം. ശർക്കര ഇപ്പോൾ 250 ഗ്രാം ഞാൻ മുഴുവനായിട്ട് ചേർത്തിട്ടില്ല. ഇനി ഇത് നമുക്കൊരു തരിതരിപ്പോടെയാണ് അരച്ചെടുക്കേണ്ടത്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത്. ഈ അരച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എള്ളുണ്ടല്ലോ, 1 ടേബിൾ സ്പൂൺ എള്ളാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ ജീരകം പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം പൊടിച്ചത് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചരി അരക്കുന്ന ടൈമിൽ 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്താൽ മതി. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വരെ ഉപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് മൈദ ഇതിലോട്ടിട്ടിട്ട് നമുക്കൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടയുണ്ടാവാൻ പാടില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതിപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ഓരോ തവി ബാറ്റർ എടുത്തിട്ട് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ ഒരു തവി ഉപയോഗിച്ചിട്ട് നമുക്കിതിൽ ഓയിൽ ഇതുപോലെ അപ്പത്തിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടിവശം ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഓയിൽ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം വശം ബ്രൗൺ കളറായി വരുമെങ്കിലും അകം വശം വെന്ത് കിട്ടില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അടിവശം കൂടി ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഇത് മറ്റേ വശവും നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം ഓയിലിൽ നിന്നും മാറ്റിയിട്ട് അടുത്തതും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ള നെയ്യപ്പം തന്നെയായിരുന്നു. അപ്പോൾ ഇതേ അളവിൽ ഞാൻ എടുത്ത ചേരുവകൾ ഇതേ അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ഞാൻ എടുത്ത ഈ ഇൻഗ്രീഡിയൻസ് നേരെ ഡബിളാക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതിൻ്റെ പകുതിയാണ് വേണ്ടതെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതിയാക്കുക. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതധികം ബാറ്റർ ലൂസായി പോകരുത്. അങ്ങനെ ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഓയിലിലോട്ട് ഇടുന്ന ടൈമിൽ ഓയിൽ എല്ലാ സ്ഥലത്തും തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുമ്പോൾ ഈ വെള്ളം ഓയിലിൽ തട്ടുമ്പോൾ എന്തായാലും തെറിക്കുമല്ലോ. എല്ലാ സ്ഥലത്തും ഓയിൽ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പാകത്തിനായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി.
ഇതുപോലെ നമുക്ക് മുഴുവൻ നെയ്യപ്പവും ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ വെരി ടേസ്റ്റി ആയിരുന്നു, വളരെ സോഫ്റ്റ് ആയിരുന്നു നെയ്യപ്പം. അപ്പോൾ മുഴുവൻ നെയ്യപ്പവും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ട്രഡീഷണൽ ഡിഷായ നെയ്യപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.